ഹലോ കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെർഫെക്റ്റായ പൂരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുകയാണ്. പെർഫെക്റ്റും രുചികരവുമായ പൂരിയാണിത്. ഈ പൂരി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2-2.5 തവിയോളം മാവെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഉപ്പ് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ചു, 1 സ്പൂൺ എണ്ണയും ഒഴിച്ചു. ഇനി വെള്ളം ആവശ്യത്തിനൊഴിച്ച് അത് ഇളക്കി നന്നായി കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ വെള്ളം ചേർത്ത് ഇളക്കി എടുത്തപ്പോഴത്തേക്ക് അല്പം മാവ് ലൂസായി. അതുകൊണ്ട് കുറച്ച് മാവും കൂടെ ചേർത്തിട്ട് ഇനി അതിനെ ഇളക്കിയെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി മാവ് കുഴച്ചെടുക്കുന്നതിലിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ. പൂരി നന്നായി വരണമെങ്കിൽ അത് നന്നായി കുഴയ്ക്കണം. അങ്ങനെ നമ്മൾ നന്നായി കുഴച്ച് എടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി മറിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അങ്ങനെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. ചെറിയ ബോളുകളാക്കി പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മാവ് പരത്തുമ്പോൾ വെറും നൈസാവരുത്, കുറച്ച് കട്ടി വേണം. വെറും നൈസായിട്ട് പരത്തരുത്. ചപ്പാത്തിക്ക് പരത്തും പോലെ അങ്ങ് വെറും നൈസാക്കരുത്. ഇച്ചിരി കട്ടിയായിട്ട് വേണം പരത്താൻ. അപ്പോൾ ഒരേ വലിപ്പത്തിലും ഒരേ ഷേപ്പിലും പൂരിയെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചിട്ട് നന്നായിട്ട് നല്ല ചൂടോടെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് പൊള്ളി വരും. കണ്ടില്ലേ, നല്ലതുപോലെ പൊന്തി വരും പൂരി. അങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. എണ്ണ നല്ലപോലെ തിളക്കുകയും വേണം. പൂരിയുടെ കുഴപ്പിലും ഇരിക്കുവാണ്, കണ്ടില്ലേ. ഈ മാവ് ചിലരൊക്കെ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഞാനിത് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല, അന്നേരം തന്നെ പരത്തി ചുട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ ഓരോന്നും പരത്തി ഇങ്ങനെ ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കറിയും കൂട്ടി കഴിക്കാം. പിന്നെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നതെല്ലാ പൂരി. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.